ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഇന്ന് തിരുപ്പതി ക്ഷേത്രത്തിലാണ്. തിരുപ്പതി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആന്ധ്രാപ്രദേശിലെ, ഇന്ത്യയിലെ തന്നെ പുരാതനമായ ക്ഷേത്രമായ തിരുപ്പതി ക്ഷേത്രമായിരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ആ ക്ഷേത്രമല്ല. ഞാനിന്ന് നിൽക്കുന്നത് കന്യാകുമാരിയിലെ തിരുപ്പതി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുപ്പതി ക്ഷേത്രത്തിലെ പോലെ തന്നെ അപ്പുറവും ഇപ്പുറവും രണ്ട് പ്രതിഷ്ഠകളാണ്. പത്മാവതി അമ്മേൻ്റെയും വെങ്കടേശ്വര സ്വാമിയുടെയും പ്രതിഷ്ഠകളാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പതിയുടെ അതേ മാതൃകയിലാണ് ഇവിടെ പൂജയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടപ്പിലാക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിലെ പൂജാരികളാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രം 2013 ഇതിൻ്റെ പണി തുടങ്ങിയത്. 2017 പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുത്തു. ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഏകദേശം 22 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജും അവിടുത്തെ കന്യാകുമാരി ക്ഷേത്രവും എല്ലാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പം കുറച്ച് നേരം വന്നിങ്ങനെ നടക്കാനും ഇവിടെ വന്നിരിക്കാനും ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ തണുത്ത കാറ്റും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്ന ഒരു പ്രതീതി. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ല രീതിയിലുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്നപ്പം. അത്രയ്ക്കുണ്ട് ഇവിടെ പറയാൻ. നമുക്കത് വീഡിയോയിൽ കാണുന്നോട്ടല്ല, നേരിട്ട് വന്ന് അനുഭവിക്കേണ്ട ഒരു എന്താ പറയുക, പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്കും മനോഹരമായ ഒരു സായാഹ്നമാണ് ഇവിടെ സംഭവിച്ചത്.